കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞത് CPM-കാർ കളിക്കേണ്ട, ഒരു ബോംബ് പൊട്ടാൻ പോകുന്നു. അതായത് KJ ഷൈൻ ടീച്ചർ എന്ന് പറയില്ല, ഷൈൻ ചെയ്യില്ല എന്ന് പറയും, ഉണ്ണികൃഷ്ണന്മാരെന്ന് പറയും, എന്നിട്ട് എക്സ്പോസ് ചെയ്യുന്നു. ഇത് കേരള പൊളിറ്റിക്സിനും കോൺഗ്രസിന്റെ പൊളിറ്റിക്സിനും ആത്മഹത്യാപരമാണ്. ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ സൈബർ അതിക്രമങ്ങൾ എന്ന് പറയുന്നതിനെ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയാതീതമായി നേരിടേണ്ട ഒന്നാണ്. ഒരു ഭാഗത്തുമില്ല പരിക്കേൽക്കാത്തവർ, ആരും തന്നെ ഇതിന്റെ മുറിവേറ്റു വാങ്ങാത്തവരില്ല. അത് ഏത് സമൂഹത്തിൽ നിൽക്കുന്നവരാണ് എങ്കിലുമില്ല. ഇതിനൊരു വേദന എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആയുധമാക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സ്ത്രീക്ക് പൊതുപ്രവർത്തന രംഗത്ത് തുടരുക എന്ന് പറയുന്നത് വളരെ എളുപ്പമൊന്നുമല്ല. ആരും ചുവന്ന പരവതാനി വിരിച്ചൊന്നും ഒരു സ്ത്രീയെയും രാഷ്ട്രീയത്തിലേക്കോ പൊതുപ്രവർത്തനത്തിലേക്കോ ഒരു കരിയറിലേക്കോ ആനയിക്കുകയൊന്നുമില്ല. നിരന്തരം കേൾക്കേണ്ടി വരുന്ന അധിക്ഷേപങ്ങൾക്ക് മേൽ രാഷ്ട്രീയ ഉപകരണമാക്കപ്പെടുന്നതിന്റെ വേദന കൂടി അർഹിക്കുന്നുണ്ടോ കേരളത്തിലെ പൊതുജീവിതത്തിൽ ഇടപെടുന്ന സ്ത്രീകൾ? ഒരു സ്ത്രീക്കെതിരെ, മുത്തശ്ശിയായി കഴിഞ്ഞ ഒരു സ്ത്രീക്കെതിരെ ഒരടിസ്ഥാനവുമില്ലാത്ത അതിതോന്നിവാസപരമായ ഒരു പ്രചരണം കോൺഗ്രസിന്റെ ടെലിവിഷൻ ചർച്ചകളിൽ വരുന്ന KPCCയുടെ ഔദ്യോഗിക പാനലിലുള്ള ആളുകൾ, എന്റെയും നിങ്ങളുടെയും സുഹൃത്തുക്കളായ 3 പേരുടെ അടക്കം നേതൃത്വത്തിൽ നടന്നതിന് ശേഷം ആ സർവൈവർ കൂടി പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ നമ്മൾ ഇതിനെ ജനറലൈസ് ചെയ്യുന്നത് വളരെ മോശമാണെന്ന് പറയട്ടെ. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും സൈബർ അറ്റാക്കുകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നുള്ളത് വാസ്തവമാണെങ്കിലും, ഇനി ഈ ചർച്ചയെ പറ്റിയിട്ട് ഞാൻ ഭയങ്കരമായ ആവേശത്തിലോ ആരെങ്കിലും എക്സ്പോസ് ചെയ്ത് കളയാന്നുള്ള ആവേശത്തിലല്ല, വളരെ ദുഃഖത്തോടെയാണ് ഇരിക്കുന്നത്. ആ ദുഃഖം എന്താണെന്ന് വെച്ചാൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നതിന് ശേഷം കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്ന് പലർക്കെതിരെയും വൃത്തികെട്ട പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട് കുറെ. ആ കൂട്ടത്തിൽ പരാതി പറഞ്ഞ റിനി ഉണ്ട്, ഉമാ തോമസ് ഉണ്ട്, VD സതീശനുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, KC വേണുഗോപാലുണ്ട്, പലരും പെട്ടിട്ടുണ്ട്. പക്ഷേ ആ കേസിൽ, ആ സ്റ്റേജിൽ അതിൽ ഉൾപ്പെട്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ പരിപാടികൾ ചെയ്യുന്ന ആളുകളായിരുന്നു. അവർ കോൺഗ്രസ്സുകാരാണെന്നും അല്ലെന്നൊക്കെ പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ 2ാം അധ്യായത്തിൽ ഷൈൻ ടീച്ചറെയും ഉണ്ണികൃഷ്ണൻ MLA-യും കണക്ട് ചെയ്തുകൊണ്ട് ഒരടിസ്ഥാനവുമില്ലാതെ പ്രചരിപ്പിച്ച കഥ ഏറ്റെടുത്ത് നടത്തിയത് ഇതുപോലുള്ള ചർച്ചകളിൽ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി അല്ല, KPCC നിയോഗിച്ചയക്കുന്ന 3 പേരായിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കിയ കാര്യമാണ്. അതിലൊന്ന് ഡോക്ടർ ജിൻഡോ ജോണാണ്, ഒന്ന് BRM ഷഫീറാണ്, ഒന്ന് റിജിൽ മാക്കുറ്റിയാണ്, മറ്റെല്ലാവരെയും ഞാൻ വിടുന്നു. എന്നിട്ട് അതേ ജിൻഡോ ജോൺ തന്നെ ഇതേ ചർച്ചയിൽ വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ ഉദ്ദേശിച്ചത് ഷൈൻ ടീച്ചറെയോ ഉണ്ണികൃഷ്ണൻ MLA-യോ അല്ല എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അതെങ്കിലും അദ്ദേഹത്തിന് പറയാൻ തോന്നുന്നില്ല. പക്ഷേ ഇന്ന് വൈകുന്നേരം അദ്ദേഹം ഇട്ട പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ അറിഞ്ഞ കാര്യങ്ങളിൽ ചില വസ്തുതകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതെന്നാണ്. ഇദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ കാര്യം? അത് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. പക്ഷെ കുറച്ചു മുമ്പ് ഇവിടുന്ന് പറയുന്നത് എന്താണ്? ഇത് ആ ഷൈൻ ടീച്ചർ അല്ല, ഇത് ഈ ഉണ്ണികൃഷ്ണൻ അല്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം ബോധ്യപ്പെട്ടതിന് ശേഷം പറയാണ്, കാര്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. അടുത്ത് അതിന് കോൺട്രഡിക്ഷൻ ആയിട്ട് പറയുന്നു, 2 പേരുടെ സ്വകാര്യത അവരുടെ മാത്രമാണ്. പിന്നെ ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നതിന്റെ കാര്യം പറയുന്നു. KM ഷാജഹാനാണ് ആദ്യം ഇത് പറഞ്ഞത്. ആദ്യം പറഞ്ഞ ഷാജഹാൻ അല്ല, ഷാജഹാൻ പണ്ട് CPM-കാരനായിരുന്നു. പണ്ട് CPM ആയിരുന്ന ഒരാൾ എന്ത് വൃത്തികേട് പറഞ്ഞാലും ജിൻഡോ ജോൺ വിശ്വസിക്കും. രണ്ടാമത്തത്, ഇവരുടെ പാർട്ടിക്ക് മുൻകാല ബന്ധമുണ്ടായിരുന്ന ഒരു പത്രത്തിലാണ് വന്നത്. ഇത്രയും കാര്യം കൊണ്ട് ജിൻഡോ ജോണിന് ബോധ്യമുണ്ടെന്നാണ് അദ്ദേഹം ഇന്ന് എഴുതുന്നത്. എന്നിട്ട് ചർച്ചയിൽ വന്ന് പറയുന്നത് എന്താണ്? ഉണ്ണികൃഷ്ണൻ ഏതോ ഉണ്ണികൃഷ്ണനാണ്, ഷൈൻ ഏതോ ഉണ്ണികൃഷ്ണനാണെന്ന്. BRM ഷഫീറും റിജിൽ മാക്കുറ്റിയും ഇനി വരുമെന്ന് എനിക്കറിയില്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞത് CPM-കാർ കളിക്കേണ്ട, ഒരു ബോംബ് പൊട്ടാൻ പോകുന്നു. അതേ വാക്ക് തന്നെയാണ് ടീച്ചറുടെ വീട്ടിൽ വന്നിട്ട് ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞതും. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോ ഈ വിഷയത്തിൽ അശ്ലീല പരാമർശങ്ങളിലൂടെ, തോന്നിവാസങ്ങളിലൂടെ, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളിലൂടെ രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്ന വിഷയത്തിൽ 2 കോൺഗ്രസ് ആണ്. ഒന്ന് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആണ്, മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസ് ആണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ തൊട്ട കൂടെയുള്ളത് രാഹുൽ ഈശ്വറാണ്. അദ്ദേഹത്തിന് വേണ്ട സൈദ്ധാന്തിക സാഹിത്യ പിൻബലം നൽകുന്നത് MN കാരശ്ശേരിയെ പോലെയുള്ള ഒരു വഷളനാണ്. ഈ കൂട്ടത്തിൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസ് അല്ല, മറുപടി പറയാൻ ചർച്ചയിലില്ലാത്ത ആളുകളെ അല്ല, അവർ ഈ ചർച്ചയിലില്ലെന്ന് ഞാൻ അങ്ങേ നേരത്തെ കുട്ടിയെ പറഞ്ഞിരുന്നല്ലോ. ചർച്ചയുള്ളവരാരൊക്കെയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. പറയൂ.
കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഇടപെടുന്ന ആളുകൾ ഇടപെട്ട വിഷയങ്ങളെ പറ്റിയുള്ള എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അത് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത്. അല്ല അത് പക്ഷേ ഞാൻ ഈ ചർച്ച നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അതിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു പോകാനുള്ള അവകാശത്തെ അങ്ങ് മാനിക്കുമല്ലോ. അങ്ങ് അത് പറയരുത് എന്ന് ഞാൻ പറയുന്നില്ല, അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഞാൻ അത് നിയന്ത്രിച്ചു പോകേണ്ട ഒരാളെന്ന നിലയ്ക്ക് ഞാൻ അത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. അതായത് മാങ്കൂട്ടത്തിനെതിരെയുള്ള കോൺഗ്രസിലെ മുഴുവൻ ആളുകളെയും മഹാഭൂരിപക്ഷം ആളുകളെയും പ്രതിരോധത്തിലാക്കിയ ഒരു വെളിപ്പെടുത്തൽ വന്നപ്പോ അത് റിനി എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരി എന്ന് തന്നെ പറയുന്ന കുട്ടിയാണ് ഏറ്റവും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ലക്ഷ്മി പത്മ എന്നുള്ള നമ്മുടെ സീനിയർ ജേർണലിസ്റ്റ് ആണ് അത് എൻഡോസ് ചെയ്തിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസ് വന്നപ്പം ഇതിന്റെ അകത്ത് ഒരു ഗ്രൂപ്പ്, മാങ്കൂട്ട ഗ്രൂപ്പ്, ഇതിനോട് പ്രതികരിച്ച രീതി നോക്കൂ നിങ്ങൾ. ആദ്യം നമുക്കറിയാമായിരുന്നു ഫേക്ക് കംപ്ലൈന്റുകൾ വരുമെന്ന്. അത് നമ്മളായിട്ടാണ് ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുണ്ടായില്ല. രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? ഒരു ട്രാൻസ് വുമൺ, രാഗരഞ്ജിനി എന്ന് പറഞ്ഞ ഒരു ട്രാൻസ് വുമൺ വന്നിട്ട് ഡോക്ടർ സരിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഡോക്ടർ സരിനും അദ്ദേഹത്തിന്റെ വൈഫും രാഗരഞ്ജിനിക്കെതിരെ കേസ് കൊടുക്കുന്നു. അവിടെ നിന്നു അടുത്ത റെസ്പോൺസ് ആണ് ഉമാ തോമസും വി ഡി സതീശനും അടക്കമുള്ള ആളുകൾക്കെതിരെ ഒരു ഗംഭീരമായ തെറി അഭിഷേകം നടത്തുന്നു. വി ഡി സതീശൻ പോലീസിൽ പരാതി കൊടുക്കുന്നില്ല, സോഷ്യൽ മീഡിയ ഡിവിഷന്റെ ചാർജുള്ള വി ടി ബൽറാമിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു. ആരാണോ തെറി വിളിച്ചത് അവരുടെ നേതാവിനെ കൊണ്ട് തന്നെ അതിനെപ്പറ്റി അന്വേഷിപ്പിക്കുന്നു. മൂന്നാമത്തെ ഘട്ടമാണ് ഒരു ബോംബ് വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ ഷൈൻ ടീച്ചറെ പോലെ കേരളം ആദരിക്കുന്ന ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ ഇങ്ങനെ ഒരു സാധനം വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു. ഒരു കോൺഗ്രസ്സുകാരൻ പോസ്റ്റ് ഇടുന്നു, പറവൂരുകാരൻ മിനിറ്റുകൾക്കുള്ളിൽ തിരുവനന്തപുരത്ത് നിന്ന് KM ഷാജഹാൻ എന്ന് പറഞ്ഞ ഞരമ്പ് രോഗി വീഡിയോ ഇടുന്നു. അത് നാട്ടിലുള്ള ആളുകൾ എല്ലാവരും ഷെയർ ചെയ്യുന്നു. ചാനൽ ചർച്ചകളിൽ KPCCയെ റെപ്രസെന്റ് ചെയ്യുന്ന 3 ഉത്തരവാദപ്പെട്ട പ്രവർത്തകർ കേസിൽ കുടുങ്ങില്ല എന്ന് ഉറപ്പുള്ള രീതിയിൽ, അതായത് KJ ഷൈൻ ടീച്ചർ എന്ന് പറയില്ല, ഷൈൻ ചെയ്യില്ല എന്ന് പറയും, ഉണ്ണികൃഷ്ണന്മാരെന്ന് പറയും, എന്നിട്ട് എക്സ്പോസ് ചെയ്യുന്നു. ആ സ്ത്രീ ഷൈൻ ടീച്ചർ നട്ടലുറപ്പോടെ ചിരിച്ചുകൊണ്ട് പൊളിറ്റിക്സ് പറഞ്ഞ് നിയമത്തിന്റെ വഴിയിലേക്കും രാഷ്ട്രീയത്തിന്റെ വഴിയിലേക്കും പോയത് കൊണ്ട് അവർക്ക് മാനഹാനി ഉണ്ടായില്ല. പക്ഷെ ഇവർക്ക് ഇപ്പോഴും മാനഹാനിയില്ല. ഇവര് നിന്ന് പറയുക തന്നെയാണ്. ഇന്ന് വൈകുന്നേരം ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്ത പെരിങ്ങത്തൂരിലുള്ള ആളുകളുടെ വീടുകളിലേക്ക് CPIM-ന്റെ പ്രവർത്തകർ പോയിട്ട് മര്യാദയ്ക്ക് കാര്യം പറയുന്നു. അതിലൂടെയാണ് ഇനി ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഫേസ്ബുക്കിൽ തോന്നിവാസം എഴുതുന്ന ആളുകൾ നാട്ടിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് അവരോട് മര്യാദയ്ക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. ജിൻഡോ പറഞ്ഞത് ശരിയാണ്. പോലീസിന്റെ ഫെയിലിയർ ഇതിനകത്തുണ്ട്. നിയമത്തിന്റെ പ്രോസസ്സിന് അതിൻ്റെതായ താമസമുണ്ടാവും. അതിനു മുന്നേ നാട്ടുകാർ പരിഹരിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് കേരള പൊളിറ്റിക്സിനും കോൺഗ്രസിന്റെ പൊളിറ്റിക്സിനും ആത്മഹത്യാപരമാണ്. കേരളത്തിലെ കോൺഗ്രസ് അതിന്റെ ഇമേജിന്റെയും പബ്ലിക് സപ്പോർട്ടിന്റെയും ലോവസ്റ്റ് ലെവലിൽ വന്ന് നിൽക്കുകയാണ്. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ജിൻഡോ ജോണിനെ പോലെയുള്ള ആളുകളെ ആലോചിച്ച് സങ്കടപ്പെടാൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിനോട് ഇഷ്ടമുള്ള എനിക്കൊക്കെ ചെയ്യാൻ